നല്ലൊരു അടിപൊളി കോമഡി എൻ്റർടൈനറാണ് പൈങ്കിളി എന്ന് പടം. ഇതൊരു ഡ്രാമയല്ല, പക്കാ കോമഡി എൻ്റർടൈനർ. അവർ ജോണറിനോട് നീതി പുലർത്തിയിട്ടുള്ള പടം എന്ന് പറയും. കാരണം കോമഡി എന്ന് പറഞ്ഞ് ചെയ്യുന്ന പല പടങ്ങളും ചിലപ്പോൾ ഡ്രാമയായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ അതിലെ കോമഡിക്ക് തീരും, പിന്നെ അങ്ങോട്ട് പടം സീരിയസ് ആവാറുണ്ട് സാധാരണ പല കോമഡി സിനിമകളിൽ. പക്ഷേ ഇതിലങ്ങനെയല്ല. ത്രൂ ഔട്ട് ഈ പടം ഇങ്ങനെ തന്നെയാണ്. എവിടെയൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് ഒരു സിറ്റുവേഷൻ വരുന്നു വിചാരിക്കുന്നുണ്ടോ അവിടെയും ഇവർ കോമഡി ഫീൽഡാക്കി വെച്ചിട്ട് നല്ല നല്ല സിനിമ. ഇത് നിങ്ങളൊരു കോമഡി പടം കാണാനാണ് വന്നത്, അതിനുള്ള എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും പടം കഴിഞ്ഞിട്ട് ഇറങ്ങി പോവുക. സോ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഈ പടം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഇതിൽ ഞാൻ ഈ പറഞ്ഞില്ലേ, നമ്മളൊരു സിനിമയിൽ നിന്ന് പ്രൊഡിക്റ്റ് ചെയ്യുന്ന ഈ പല ഏറ്റക്കുറിച്ചുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാകുന്ന പല വേരിയേഷൻസ് ഒക്കെ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്ന ആ സിറ്റുവേഷനിൽ പോലും എത്രത്തോളം കോമഡി നിറയ്ക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഒരു ഫിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലെല്ലാം ഒരു 100% വർക്കായി എന്നൊന്നുമില്ല. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ചില സമയത്തൊക്കെ ചീറ്റ് പോയിട്ടുണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദം വർക്കായിട്ടുള്ള കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ. ഈ ഡയലോഗ് ഡെലിവറി ഒക്കെ ഉണ്ടല്ലോ, ഡയലോഗ്സ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് അതിൻ്റെ എഡിറ്റിങ്ങും ഒരാൾ പറഞ്ഞിട്ട് ഗ്യാപ്പില്ലാതെയാണ് അടുത്ത ആൾ പറയും. സോ നമുക്കൊന്ന് പ്രോസസ്സ് ചെയ്ത് ചിരിക്കാൻ പോലും സമയം തരാതെയാണ് പല സീക്വൻസുകളും വരുന്നത്. എന്നാൽ ചില സമയത്ത് അതേപോലെ തന്നെ ഓവറായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്, ഒന്നും നടക്കാത്ത അല്ലെങ്കിൽ ചില സീക്വൻസുകളൊക്കെ ഇവിടെ ഒന്നും നടന്നില്ലല്ലോ അവിടെയും കൂടി എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് തോന്നിയ പല സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ കണ്ട് പുറത്തിറങ്ങി വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദി സിറ്റുവേഷൻ നമുക്ക് ചിരിക്കാനുള്ള ആ ഒരു 2-2.5 മണിക്കൂർ നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റിയൊരു പടം. ആൻഡ് ഇതിൻ്റെ സ്റ്റോറിയിലൊക്കെ ഭയങ്കര പ്ലെയിനാണ്. മേലെ ഒരു സാധാരണ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറിയിലൊക്കെ തന്നെയാണെങ്കിലും ഈ ക്യാരക്ടേഴ്സിന് എന്താ സംഭവിക്കുക, അടുത്തവർ എന്താണ് ചെയ്യാൻ പോകുന്നത്, അടുത്തവർ എന്താ പറയാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യം കൊണ്ട് സിനിമ ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു ത്രൂ ഔട്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. 1-3 എല്ലാ ക്യാരക്ടേഴ്സും കുറച്ച് എക്സാഗറേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഓവറാക്കിയിട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആ സിനിമയിലെ ആ ഒരു ക്യാരക്ടറൈസേഷൻ വെച്ചോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വെച്ചോ അത് ആവശ്യമുണ്ട്. അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. സോ ചിലപ്പോൾ ചിലവർക്ക് ഇത് ഒരുമാതിരി കാണിച്ചു കൂട്ടലാണെന്ന് തോന്നിയേക്കാം. പക്ഷേ എനിക്ക് പേഴ്സണലി അത് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയി. എനിക്കിഷ്ടമായി. അതിൻ്റെ അതിൽ തന്നെ ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരു പരിധി വരെ ഓക്കെ ഇങ്ങനെയാണ് ഈ പടത്തിന് പോക്ക്, ഇങ്ങനെയായിരിക്കും കൗണ്ടേഴ്സൊക്കെ വരിക. ഇതുപോലെ തന്നെ ഒരു ത്രൂ ഔട്ട് കോമഡി അല്ലെങ്കിലും നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് കുറേ കൗണ്ടേഴ്സ് കിട്ടിയിട്ട് നമുക്ക് ഒരു ഓക്കെ മോഡിലായിരിക്കും നമ്മൾ ഇറങ്ങി പോകാമെന്ന് വിചാരിച്ച ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ ഇത് ഞങ്ങളുടെ മാലപ്പടക്കം പോലെ ആ ഒരു കോംബോ ഒക്കെ കറക്റ്റായിട്ട് വരുന്നതുകൊണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല, പടത്തിൽ വന്നു പോയിട്ടുള്ള ആ ഒരു മുത്തശ്ശി മുതൽ ആ ഒരു ചെറിയ കുട്ടി മുതൽ എല്ലാവർക്കും ഓരോരോ കൗണ്ടേഴ്സ് കൊടുത്ത് എല്ലാവർക്കും അതിൻ്റേതായ സ്പേസ് കൊടുത്ത് അത് ആ ഒരു ചെറിയ ലൊക്കാലിറ്റിയിൽ അത് നമുക്ക് കണ്ട് പരിചയമുള്ള ഒരു സ്ഥലം ഇങ്ങനെ പരിചയപ്പെടുത്തി ആ ഒരു ഏരിയ ചുറ്റിപ്പറ്റിയിട്ടൊക്കെയാണ് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലൊക്കെ കഥ മുഴുവനായിട്ട് പോകുന്നത്. സോ ആ നമ്മൾ ആദ്യം ഫസ്റ്റ് ഹാഫിൽ കണ്ടിട്ടുള്ള ആ ഒരു ക്യാരക്ടേഴ്സിനെ മുഴുവൻ പിടിച്ച് വെച്ച് അവർക്കൊക്കെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ പെർഫോം ചെയ്യാൻ വെച്ച് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ളൊരു പടം. എനിക്ക് പേഴ്സണലി ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഈ സിനിമ കാണാൻ പോകുന്നവരോട് ഏക കാര്യം പറയാനുള്ളത്, ഈ സിനിമ ഒരു തിയേറ്റർ വാച്ചിന് പറ്റിയ പടമാണ്. ഇത് OTT വാച്ചല്ല. ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ രോമാഞ്ചോ ഇപ്പോൾ ആവേശമൊക്കെ തന്നെ തിയേറ്ററിൽ നിന്ന് കാണാണ്ട് OTT കണ്ടിട്ട് പലർക്കും ഈ സിനിമ ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ട്. ഈ സിനിമ ഇതേപോലെ തന്നെ തിയേറ്ററിൽ നിന്ന് കാണണം. അതും ഞാൻ കണ്ടപ്പോൾ തിയേറ്ററിൽ ആൾ തീരെ കുറവായിരുന്നു. അതും ഒരു ആസ്വാദനത്തെ ബാധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും എനിക്ക് കുറച്ച് ചിരിക്കാനുണ്ടായിരുന്നു. അതേ സാധനം തന്നെ ഒരു ക്രൗഡ് ഫീൽഡ് ആയിട്ടുള്ളൊരു തിയേറ്ററിൽ നിന്നായിരുന്നു കണ്ടിരുന്നെങ്കിൽ ഇതിൻ്റെ ആസ്വാദനം കുറച്ചും കൂടി ചിലപ്പോൾ കൂടിയാനെ. എനിക്ക് പേഴ്സണലി ഞാൻ കണ്ടപ്പോൾ തീരെ ആളില്ലായിരുന്നു. സോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ പരമാവധി നല്ല ക്രൗഡ് വരാൻ സാധ്യതയുള്ള തിയേറ്ററിൽ പോകുക. അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഫ്രണ്ട്സ് ഒരു 5-6 പേര് ഒരുമിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് അർമ്മതിച്ച് ചിരിക്കാനുള്ള കുറേ സീക്വൻസുകളുള്ള ഒരു നല്ല പടമാണ്. സോ തീർച്ചയായിട്ടും ഈ സിനിമ OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് തിയേറ്ററിൽ തന്നെ കണ്ടു നോക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓൾറെഡി സിനിമ കണ്ടവരാണെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.